ബന്ധം കാത്തു സൂക്ഷിക്കുക, ഉടഞ്ഞു പോകാതെ. സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ കഴമ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിൽ സുരേഷ് ഗോപി പറയാതെ പറയുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ശബരിമലയിൽ ഈ ഉന്നത കുല ജാതർ മാത്രം പൂജ ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചോദ്യത്തിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഉന്നത കുല ജാതർ മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി എന്നായിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു ചിന്താഗതി എന്ന് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപിക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റില്ല, ജനിക്കാൻ പറ്റിയില്ല, പാരമ്പര്യമാണല്ലോ, പാരമ്പര്യം അത് കാത്തു സൂക്ഷിച്ച് പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണനാവണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പകരം സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഒരു പൂണൂലെടുത്തിടാം. ഈ പറയുന്ന ജാതി പറഞ്ഞ് സംസാരിക്കാതെ വേണമെങ്കിൽ ഒരു പൂണൂല് വിട്ടിട്ട് ആ വഴിക്ക് സുരേഷ് ഗോപിക്ക് അങ്ങ് പോവാം. വെറുതെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഇവരിപ്പം ഈ പറയുമ്പോൾ ഈ പൂണൂലിട്ടവന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മിൻസും ആയിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കൈയടിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണ്? സുരേഷ് ഗോപിയെ പോലെ ഇത്രയും വലിയൊരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആളുകൾ തന്നെ ബ്രഹ്മാവിൻ്റെയൊക്കെ ബ്രഹ്മാവിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകളാണ്.